ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷീനൂസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ടും ഇതിൻ്റെ ഫോണ്ടൻറ്റ് ഡെക്കറേഷൻസാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് 2 kg വരുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്കിന് എങ്ങനെയാണ് ഈ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാൻ താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം ഞാനിവിടെ കുറച്ച് കളേഴ്സിൽ ഫോണ്ടൻറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റെഡ് കളറുണ്ട്, പിന്നെ യെല്ലോ കളറുണ്ട്, വയലറ്റ്, അതുപോലെ ഗ്രീന്, ഓറഞ്ച്, ബ്ലൂ, പിന്നെ കുറച്ച് വൈറ്റ് ഫോണ്ടൻറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇതുപോലെ കട്ടിയുള്ള ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് തിക്നെസ് വേണം. അപ്പോൾ നമുക്ക് റെയിൻബോ ചെയ്യാനായിട്ടാണ്. എന്നിട്ട് നമ്മുടെ റെയിൻബോയുടെ ഹൈറ്റ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതുപോലെ ഒരു റൗണ്ട് അടപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ കട്ടർ വെച്ചിട്ടോ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു പോർഷൻ ഞാൻ ഇത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ റെയിൻബോയുടെ ഹൈറ്റിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ചെറിയ റെയിൻബോ ആണെങ്കിൽ കുറച്ചും കൂടെ താഴത്തേക്ക് ആക്കി വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ കുറച്ചൊന്ന് ഹൈറ്റിന് നിൽക്കുന്ന രീതിക്കാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വലിയ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ഇത് വയലറ്റ് കളർ ഫോണ്ടൻറ്റ് കുറച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കോൺഫ്ലോർ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ കളേഴ്സും സെയിം അളവിൽ തന്നെ, സെയിം തിക്നെസ്സിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ റെയിൻബോയുടെ സൈസിനനുസരിച്ചിട്ട് ഞാൻ ഇത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ച് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ആ ഒരു ഷീറ്റിൽ. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ന്യൂട്രൽ ജെല്ലുണ്ടല്ലോ, അതാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇതിങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റ് ആ ഒരു റൗണ്ടിലൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എക്സസ് ആയിട്ടുള്ള പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം നൈഫ് എടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത കളറ് റെയിൻബോയുടെ ആ ഒരു ആർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ നന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ റോൾ ചെയ്തിട്ടുള്ള ആ ഒരു വയലറ്റ് ഷെയ്ഡിൻ്റെ അതേ ഒരു തിക്നെസ്സിൽ തന്നെയാണ് ബ്ലൂ ഷെയ്ഡും റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ ഒരു ആദ്യം വെച്ചിട്ടുള്ള അതിൻ്റെ ഈ സൈഡിലൂടെ ഒന്ന് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എന്നാലേ അത് കറക്റ്റ് അടുത്ത് വയ്ക്കുന്നത് സ്റ്റിക്കായിട്ടിരിക്കുകയുള്ളൂ. അതിനുശേഷം ബ്ലൂ കളർ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും എക്സസ് ആയിട്ടുള്ളതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഷെയ്ഡായിട്ട് ഗ്രീൻ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. പതുക്കെ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും വലിച്ചിട്ട് സ്റ്റിക്ക് ചെയ്യരുത്. പതുക്കെ മെല്ലെ വേണം ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ വലിച്ചിട്ട് ഒട്ടിക്കുമ്പോഴത്തേനും അതിൻ്റെ ഷേപ്പ് മാറിപ്പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് യെല്ലോ കളറാണ്. ഇപ്പോൾ യെല്ലോ കളറും ഇതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ ടേൺ ചെയ്ത് വെക്കുന്നേ ഉള്ളൂ, അല്ലാണ്ട് വലിച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്നില്ല. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതും എക്സസ് ആയിട്ടുള്ളതൊന്നും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ റെയിൻബോ ഇതുവരെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഓറഞ്ച് കളറും റെഡ് കളറും ഞാനിതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് ശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ ആകാനായിട്ട് മാറ്റി വെക്കുക. അതിന് ശേഷം വേണം നമുക്ക് ആ ഒരു എക്സസ് ആയിട്ടുള്ള ഒരു വൈറ്റ് ആ ഒരു ബാക്കി പേപ്പറിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം വേണം കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. അപ്പോൾ ഞാനത് ഡ്രൈ ആകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കുറച്ച് വൈറ്റ് കളർ ഫോണ്ടൻ്റ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ക്ലൗഡ്സാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലൗഡ്സിൻ്റെ കട്ടർ യൂസ് ചെയ്തിട്ട് 2 സൈസിലുള്ള കട്ടർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ക്ലൗഡ്സ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. സൈഡിലൊക്കെ അങ്ങനെ പൊന്തി നിൽപ്പുണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് കൈ വെച്ചൊന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ക്ലൗഡ്സും ഒന്ന് ഡ്രൈ ആകാനായിട്ട് മാറ്റി വെക്കാം.
അതിനുശേഷം 5 എന്നുള്ള ഇതുപോലെ കുക്കി കട്ടർ യൂസ് ചെയ്തിട്ട് 5 എന്നുള്ള നമ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് നമുക്ക് ഡ്രൈ ആകാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് റെയിൻബോയുടെ സൈഡിൽ വെക്കാനായിട്ട് ഒരു 2 ക്ലൗഡ്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ബോൾസ് ഒന്ന് ഞാൻ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. 2-3 സൈസിലുള്ള ബോൾസ് ഇങ്ങനെ റോൾ ചെയ്തിട്ട് അടുത്തടുത്തായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്ര വലിപ്പമാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ബോൾസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് അടുത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്തതുപോലെ തന്നെ വീണ്ടും ഞാൻ ഒരെണ്ണം കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ഫോണ്ടൻ്റ് ഇതുപോലെ റോൾ ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു ഷീറ്റ് ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഒരുപാട് അമർത്തിയാൽ അതിൻ്റെ ഷേപ്പ് മാറിപ്പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഗ്ലൂ ഇങ്ങനെ സൈഡിലേക്ക് തേച്ച് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എക്സസ് ആയിട്ടുള്ള പോർഷൻ, ആ ഒട്ടിച്ചു കൊടുക്കേണ്ടത് പോയിട്ടുള്ള പോർഷൻ നമ്മളിതുപോലെ ഒന്ന് സിസർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് അകത്തേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ആ സൈഡ് പോർഷൻസൊക്കെ ഒന്ന് വിരൽ വെച്ചിട്ട് ഒന്നും കൂടിയിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്നും കൂടിയിട്ട് അതിനൊന്ന് ഭംഗിയാക്കി എടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ, റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും ചെയ്തെടുക്കാം. ഇതുപോലെ റോൾ ചെയ്ത ഫോണ്ടന്റ് ഷീറ്റ് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക സൈഡിലൊക്കെ. അതിനുശേഷം തിരിച്ചെടുത്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ള പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോഴത്തേനും കുറച്ച് പോർഷൻ വിട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്, എന്നാലേ നമുക്ക് അകത്തേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി അതിൻ്റെ സൈഡിലൂടെയൊക്കെ ഒന്ന് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉള്ളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ 2 ക്ലൗഡ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഡ്രൈ ആകാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ കുറച്ച് പിങ്ക് കളർ ഫോണ്ടൻ്റ് എടുത്തിട്ട് ഒന്ന് നീളത്തിനൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് തിക്കായിട്ട് തന്നെ കേട്ടോ റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലുള്ള കട്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ വരുന്ന കട്ടേഴ്സ് എടുത്തിട്ട് നമുക്ക് ഏതൊക്കെ ലെറ്റേഴ്സാണോ വേണ്ട അത് ഞാൻ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ ഫോണ്ടൻറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് പീസായിട്ട് ഈ ലെറ്റേഴ്സ് വേണമെങ്കിൽ ഒന്നും കൂടി അമർത്തിയിട്ട് നമുക്ക് അതിനെ സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഇംപ്രഷൻ പോലെ കൊടുക്കുന്നേ ഉള്ളൂ. അപ്പം ഇത് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു കട്ടേഴ്സ് നല്ലതാണ് കേട്ടോ, എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അത്. അപ്പോൾ ഈ നമ്മളിങ്ങനെ കൊടുത്തിട്ടുള്ളതിൻ്റെ ആ ഒരു പോർഷനിൽ നമുക്ക് ഗോൾഡൻ ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇത് നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് ഡ്രൈ ആകാനായിട്ട്. ഇനി നമുക്ക് ആ റെയിൻബോ ചെയ്ത അതേ കളേഴ്സിൽ തന്നെ കുറച്ച് സ്റ്റാർസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്നത് റെഡ് കളറാണ്, അതുപോലെ യെല്ലോ കളർ, അങ്ങനെ എല്ലാ ഷെയ്ഡിലുള്ള സ്റ്റാർസും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം സ്റ്റാർസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കളറിൽ ആ സെയിം ഷെയ്ഡിലുള്ള സ്റ്റാർസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഗ്ലൂ തേച്ചതിന് ശേഷം ഇതുപോലെ സ്ക്യൂവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേ കളറിലുള്ളതിന് അതേ ഷേപ്പിലുള്ള ഒരു സ്റ്റാറൂടെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ എഡ്ജസിലൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് അതിനെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള സ്റ്റാർസും ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടാൽ മാത്രം മതിയാവും.
അപ്പം ദേ എല്ലാ സ്റ്റാർസും ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് ഡ്രൈ ആകാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ ഇതുപോലുള്ള ഒരു മോൾഡ് എടുത്തിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് യെല്ലോ കളർ ഫോണ്ടൻ്റ് എടുത്തു അതിൻ്റെ സെൻറ്റർ പോർഷനിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഏത് കളറിൻ്റെ ഫ്ലവറാണോ ആ ഒരു കളർ ഫോണ്ടൻ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും നല്ല ഈവനായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മെല്ലെ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇളക്കി എടുക്കുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു ഫ്ലവർ കിട്ടും. അപ്പം വീണ്ടും ഞാനൊരു ഫ്ലവർ ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് യെല്ലോ കളർ ഫോണ്ടൻ്റ് ജസ്റ്റ് സെൻറ്റർ പോർഷനിൽ വയ്ക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് ഓറഞ്ച് കളർ ഫോണ്ടൻ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി മെല്ലെ സൈഡിൽ നിന്നൊന്ന് ഇളക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് കുറച്ചധികം ഫ്ലവേഴ്സ് ചെയ്തെടുക്കണം. എല്ലാ ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സും ചെയ്തെടുക്കാനായിട്ടുണ്ട്. അപ്പം ഞാനിപ്പം ചെറിയ ഫ്ലവേഴ്സാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. ഇതേപോലെ. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. ഈ ഒരു മോൾഡ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഡെക്കറേഷൻസിന് ഈ ഒരു മോൾഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് അതുപോലെ വലിയ ഫ്ലവേഴ്സൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ ഇത് ഞാൻ കുറേയധികം ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഡ്രൈ ആയതിനു ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് 5 എന്നുള്ള ആ ഒരു നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ എല്ലാ ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സും ഒരു റെയിൻബോ പോലെ നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ മുകളിലേക്ക് നല്ലോണം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തായിരുന്നു. അതിന് ശേഷമാണ് ഈ ഫ്ലവേഴ്സ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം റെഡ് കൊടുത്തു, അതിനുശേഷം ഓറഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതുപോലെ തന്നെ ബാക്കിയുള്ള കളേഴ്സും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ താഴേന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. വയലറ്റ് ഷെയ്ഡാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കുറച്ചുകൂടെ വലിയ കട്ടർ ഉണ്ടെങ്കിൽ ഒന്നും കൂടി വലിയ സൈസിലുള്ള 5 കട്ട് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഈ ഒരു ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമായിരുന്നു. ഇതിപ്പോൾ ചെറിയ കട്ടറാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക 5 എന്നുള്ള ഷേപ്പ് മാറിപ്പോകരുത്. നമ്മൾ അങ്ങനെ ഒരുപാട് ഒട്ടിച്ചിട്ട് ആ ഒരു ഷേപ്പ് മാറിപ്പോകരുത്. അപ്പോൾ അതിനനുസരിച്ച് അത് നമ്മുടെ മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മളിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ മാറ്റി മറിച്ചൊക്കെ ഒന്ന് നോക്കുകയാണ്. കറക്റ്റ് ആ ഷേപ്പ് വരുന്ന രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഓരോന്ന് മാറ്റിയിട്ടൊക്കെ നോക്കുകയാണ്. അപ്പം ഞാൻ അവിടുത്തെ ഓറഞ്ച് ഒന്ന് മാറ്റിയിട്ട് ആ യെല്ലോ അകത്തേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. കാരണം അല്ലെങ്കിൽ അതിങ്ങനെ കൂടിയിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ഇനി നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് അകത്തേക്കൊക്കെ ആയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് തന്നെ ഞാൻ ഫിനിഷ് ചെയ്ത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ ഒരു റെയിൻബോ തീമിലാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം സ്പാച്ചുല വർക്കാണ് കൊടുത്തിട്ടുള്ളത്. മേളിൽ ഗ്രീനിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ടാണ് നമ്മൾ ക്രീം ചെയ്തെടുത്തിട്ടുള്ളത്. ഫസ്റ്റ് റെയിൻബോ വെച്ച് കൊടുത്തു. അതിനുശേഷം ഇതുപോലുള്ള ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്നാണ് കേട്ടോ ആ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം സ്റ്റുഡിയോ കൊടുത്തിട്ടാണ് ആ ഒരു പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സ്ക്യൂവറിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലൗഡ്സൊക്കെ വെച്ചതിന് ശേഷം ആ ഒരു പ്രിൻ്റ് ഇതുപോലെ ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട് ഒരു സൈഡിലായിട്ട്. അതിന് ശേഷം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റാർസ് ഇല്ലേ അതൊന്ന് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റാർസിന് ഞാൻ ജസ്റ്റ് ഒരു കണ്ണും വായുവൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ജെൽ കളർ ഡിപ്പ് ചെയ്തിട്ടാട്ടോ അങ്ങനെ വരച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ബാക്കി ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫോണ്ടൻ പീസസൊക്കെ വെച്ചിട്ട് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ ഓരോന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നതും ഡെക്കറേറ്റ് ചെയ്തതൊന്നും പ്രത്യേകിച്ച് കാണിച്ചിട്ടില്ല. കാരണം നല്ല ചൂട് സമയമായതുകൊണ്ട് തന്നെ കേക്ക് പുറത്തിരിക്കുമ്പോൾ പെട്ടെന്ന് മെൽട്ടാവുന്നുണ്ട് ക്രീമെല്ലാം തന്നെ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പം മേളിൽ കുറച്ച് ക്ലൗഡ്സ് ഇതുപോലെ കുറച്ച് ക്ലൗഡ്സിൻ്റെ പുറകിൽ കുറച്ച് മെൽറ്റഡ് ചോക്ലേറ്റ് വെച്ചിട്ടാട്ടോ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ആ ഒരു 5 എന്നുള്ള ആ ഒരു നമ്പർ ഏറ്റവും താഴത്തായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ കളർ ഫ്ലവേഴ്സ് ചെയ്തതും ഇതുപോലെ ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഓരോ കളേഴ്സായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം വലിയ ഫ്ലവർ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ അടുത്ത് ഓരോ ചെറിയ ഫ്ലവേഴ്സും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ വർക്ക്. താഴെ നെയിമും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.